ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട് ലുക്കൊക്കെ? സൂപ്പറായിട്ട് ഇതാണ് നല്ലത്, അടിപൊളിയാണ്. എങ്ങനെ എടുക്കും? ഇതല്ലേ അടിപൊളി? ഇതോ കുക്കിളാണല്ലോ, ഇതാ നല്ലത്. എങ്ങനെയുണ്ട്? കുറച്ചേരം ഇങ്ങനെ ഇരിക്കുകയല്ലേ, നല്ലൊരു നല്ല വിഷ്വലി ഒരു ബീച്ചിലിരിക്കുന്ന ബീച്ചും കൂടെ അല്ലെ. എല്ലാവർക്കും ഒരു തൊപ്പി മനസ്സിലായി, എല്ലാവർക്കും ഒരു ട്രീറ്റ് ആയിരിക്കും തന്നെ കിട്ടുമ്പോ തന്നെ ആളുകൾക്ക് അങ്ങനെ ഒരു ഇത് കിട്ടും, ബീച്ച് ഫീല്. അയ്യോ ഗുഡ്. എന്താണ് പ്രശ്നം? പ്രൊഡ്യൂസർമാരുടെ പ്രശ്നം അല്ലേ? ഭയങ്കര പ്രശ്നം നടക്കുകയാണ് ഇന്നിപ്പോ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം ഇനിയിപ്പോ കേരളത്തിന്റെ ഭാവി എന്താവും എന്നുള്ളതാണ്. കേരളം ഇങ്ങനെ പോയാൽ ഭയങ്കര പ്രശ്നമാവുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കഴിക്കും മനുഷ്യരെങ്ങനെ ജീവിക്കും? അത് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ശ്വസിക്കും, എവിടെ താമസിക്കും? വലുതൊക്കെ അങ്ങ് ആരുമില്ലാതെ അങ്ങനെ പോയി ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇവരൊക്കെ പിന്നെ എവിടെ പോകും? അല്ലേ അവിടെ വന്നോണ്ടിരിക്കുന്നവര് ഇവരൊക്കെ മറ്റേ കോവിഡ് വന്ന പോലെയോ അതുപോലെ ആയിപ്പോ, ക്വാറന്റൈനിലായിപ്പോ, വീട്ടിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്ന സിനിമ തൊഴിലാളികളാ. ഇവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ പറയുന്നവനൊക്കെ എന്തുവാ OTT കണ്ടിരിക്കോട്ടെ ആൾക്കാർക്കും കുഴപ്പമില്ലല്ലോ. ഇതിനകത്ത് കുറച്ച് തൊഴിലാളികളില്ലേ, ചെറിയ ചെറിയ പണികൾ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരില്ലേ, അവരുടെ കഷ്ടപ്പാട് കാണിച്ചിട്ടാണല്ലോ അണ്ണന്മാര് വന്നിരുന്നത്. സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണെന്ന്. 50 വണ്ടി, 10-20 വീട്, അതിൽ കോടികളുടെ ഇത് വെച്ചിട്ട് കാരവാനിൽ നിന്ന് ഇറങ്ങുന്ന തന്നെ കുടയും പിടിച്ചിട്ട് ഇറങ്ങി വന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോകുന്ന ഏറ്റവും നല്ല ലക്ഷറിയസ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ വന്നിരുന്ന് പറയുന്നതാണ് അഭിനയം. അല്ല, എന്നിട്ട് വന്ന് പറയും ഒരുപാട് പേരുടെ ഇഷ്ടപ്പാട്. അതൊന്നും നിങ്ങൾ കാണുന്നില്ല, അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കും, അതെ അങ്ങോട്ട് നോക്കി. കഷ്ടപ്പാടൊന്നും കാണാൻ ചുമ്മാ വന്ന് ഞങ്ങളെ നോക്കി. സിനിമയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്. അവർക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് അല്ലേ? ഞാൻ വെറുതെ അഭിനയിക്കുന്നുള്ളൂ, അവർക്ക് വേണ്ടി ഒരു പരിപാടി, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടോണ്ടിരിക്കും ഈ പ്രായത്തില്. എന്തല്ലേ പലതും ഫ്രീ ആയിട്ട് വരെ ചെയ്യുന്നുണ്ട് ചിലത്. എങ്ങനെ ചെയ്താലും എന്തുവാ ഭയങ്കരം തന്നെ. ജീവിതത്തിൽ എന്റെ ഒരു വലിയ ആഗ്രഹം എന്താണെന്ന് അറിയൂടോ? മോഹൻലാലിനെ പോലെ ആണെന്നോ? മോഹൻലാല് അഭിനയിക്കുന്നത് നല്ല സൗണ്ട് കേട്ടോ എന്റെ ലാലേട്ടൻ അഭിനയിക്കുന്നതൊന്ന് കാണണം, വലിയ ആഗ്രഹം അത്. ഭയങ്കരാന്ന് പറയണത്. അയ്യോ, അങ്ങനെയൊക്കെ തോന്നിയ ആൾക്കാരുണ്ട് അല്ലേ? കണ്ട പോകുന്ന പറയണം. ഇളകിയായിരിക്കും പോകുന്നത്. അങ്ങനെയൊക്കെ മനുഷ്യരാണ്, ഒന്നും പറയാനല്ല. ഈ കിംബോയ് നല്ല രസമാണ്. കിംബോയില്ലേ? അയ്യോ കിംബോ എന്തോ അടിപൊളിയാ. കിംബോയ് ഞാൻ ഈ അഭിനയത്തിന് ഹാരം പറഞ്ഞപ്പോഴേ പെട്ടെന്ന് കിംബോയ് രക്ഷയില്ലാത്തൊരു ഐറ്റമാണ്. അവന്റെ അന്നൊക്കെ എടുത്തു നോക്കും. അപ്പൊ കിംബോയുടെ പേജ് കണ്ടോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നേരം കണ്ടിരിക്കേണ്ടി വരും. വൻ സാധനമാണ്, ചിരിച്ച് മരിക്കാം. അടിപൊളി അടിപൊളി എന്ന് വെച്ചാണല്ലോ, ചിരിച്ചിരിച്ച് നമ്മൾ മരിക്കും. അതുപോലത്തെ കണ്ടന്റാ. ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ ഇങ്ങനെ ഒരാളില്ല. റഷ്യക്കാരെയൊക്കെ നായികയായിട്ടൊക്കെ അഭിനയിക്കുന്നത് കിംബോയുടെ. ആരുണ്ട് ഇവിടെ റഷ്യൻ കൊണ്ട് അഭിനയിച്ച? റഷ്യോ ഏതാണ് ലാംഗ്വേജ്? പുഷ്കോ എന്നൊക്കെ കേട്ടു. അതാണ് കിംബോയുടെ കൂടെ അഭിനയിക്കുന്നത്. അത് കേരളത്തിലൊരുത്തിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അതൊരു കടന്ന കൈ ഹെവി സാധനം. കിംബോയുടെ പേജ് കണ്ടാണല്ലോ, ഓ സൂപ്പർ. കിംബോയും ഈ പെരേരയും ആണ്
എനിക്ക് തോന്നുന്നു കണ്ടന്റ് ക്രിയേഷനിൽ അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ടൈഗർ. ആറാറിന് കണ്ടന്റ് ക്രിയേഷൻ ഒന്നും ഇല്ലല്ലോ. ആറാറിന് സിനിമയെ പറ്റി ഒരു ചുക്കും അറിയത്തില്ല. അങ്ങനെ ഒരു തുള്ളിയെങ്കിലും അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ക്യാമറ വെക്കത്തില്ല. അയാൾ പറയുന്നതാ കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മണ്ടത്തിലൊന്നും അറിയിച്ചിട്ടുണ്ട്. ക്യാമറ ആണ് ഇങ്ങനെ പിടിച്ച് മൂക്കിന്റെ തൊളയാൻ കാണിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ കിംബോയ് അങ്ങനെയാണോ? കിംബോയുടെ ഇത് നോക്ക്, സിനിമ എടുക്കാൻ പറ്റുമോ ഇല്ലെന്നോ. അവന്റെ ക്യാമറ വർക്കും ആക്ഷനും എഡിറ്റിങ്ങും ആക്ടിങ്ങും ഡാൻസും മേക്കോവറും ഡബിൾ ആക്ടാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനൊരു സംഭവമാ. ബാക്കി ആർക്കും ഇല്ല ഇത്രയും സാധനം. അയ്യോ, പെരേരൊക്കെ അങ്ങോട്ട് നോക്കുന്ന സെക്കൻഡ് വരും പെരേര. തേർഡ് ആറാട്ടെണ്ണം, ഫോർത്ത് ടൈഗർ വരത്തുള്ളൂ. ടൈഗർ ഇത്രയും കാണിക്കത്തില്ല. അങ്ങനെ എടുത്തില്ല അധികം പാവാ. ഇതിനകത്ത് കിംബോയും ടൈഗറിനോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കിംബോയ് അടിപൊളിയാ. കിംബോയുടെ പ്രൊഫൈൽ വരെ നോക്കണം. കിംബോയും ജിംബ്രട്ടനും പൊളിയാണ്. പിന്നെ പെണ്ണിന്റെ പേരെന്താ? ഐശ്വര്യ. ഗ്രീഷ്മ ഏതൊക്കെ ഉണ്ട്. പോയി കണ്ടാ ഭയങ്കര രസമാണ്. കുറേ നേരം ഇരുന്ന് കണ്ട് ചിരിക്കാം. സിമ്പിളാ, പക്ഷെ വലിയ പാടാ അത് ആലോചിച്ചെടുക്കാൻ. നമുക്ക് അങ്ങനെ ആർക്കും പറ്റത്തില്ല അടുത്തെങ്കും. കിംബോയെ പോലത്തെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കാൻ ആരെ കൊണ്ട് പറ്റും? എന്തുവാ നടക്കുന്ന? പറഞ്ഞാൽ ഞാൻ പറയും നിർത്തരുതെന്ന് പറയും. നമുക്ക് പറയാം അത് നിർത്തരുത്. ഇനിയിപ്പോ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് സെറ്റ് ചെയ്യാം. അല്ലാതെ മലയാള സിനിമ നിർത്താതിരിക്കാൻ നമ്മളെ പ്രശ്നമൊന്നുമില്ല. മലയാള സിനിമ നിർത്തുമ്പോ ഈ പാവപ്പെട്ടവര് ബുദ്ധിമുട്ടും, അത്രേ ഉള്ളൂ. അത് അവിടെയാണെങ്കിൽ കുഴപ്പമായിരിക്കുന്നത്. ഇവന്മാർക്ക് പ്രൊഡ്യൂസർക്കും നടനും ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇവന്മാര് തമ്മിൽ കിടന്ന് പറഞ്ഞ ഇടപാട് കാണിക്കുന്നു. ഇവർക്ക് എന്തോ പ്രശ്നം. ഇവർക്ക് അത്ര ഇവര് തീരുമാനിക്ക് ഇവിടെ ഞാനിപ്പോ ഒരു പടം എടുക്കാൻ പോവാ. ഞാൻ തീരുമാനിക്കുക എൻ്റെ ഇത്ര ബഡ്ജറ്റ് ഉണ്ട്, ഇതിന് പറ്റിയ ആൾക്കാർ ആരാണ്, ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. മനസ്സിലായോ? പിന്നെ വേറെ കാര്യമുണ്ട്, ഈ നല്ല പടം എടുക്കാൻ ഈ പറയന്മാരുടെ ആവശ്യമൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അത് വേറെ സത്യം. ഈ പ്രാവശ്യത്തെ ഏതാണ് മറ്റേ ഞാൻ പറഞ്ഞ വിനയ് ഫോർട്ടിനൊക്കെ പടം ഉണ്ടാവല്ലോ, ആട്ടം അടിപൊളിയാണ്. ആട്ടത്തിന് ഒരു സാധനത്തിന്റെ ആവശ്യം വന്നില്ല. അത് കുതുകൊണ്ട് കിട്ടും, കുതുകടിച്ച് കുളവാക്കും മിക്കാറും. ആട്ടത്തിന് തന്നെ ഇത്ര പൈസ ചെലവ്. വലിയ പ്രൊഡ്യൂസറൊന്നും വേണ്ടല്ലോ. വളരെ ചെറിയ ചെലവ് നല്ല സിനിമ എടുക്കാൻ പറ്റും. ഇവന്മാർക്ക് തിന്നാനും കുടിക്കാനും അർമാദിക്കാനും കഥക മുട്ടാനും ഒക്കെ ആയിട്ട് ചെലവ് കൂടുതലാവും. ഇവന്മാരെ ഒഴിവാക്കിയാൽ പോരെ. ഈ കാശ് കൊടുത്ത് ഇത്രയും അഭിനയിപ്പിക്കേണ്ട ഇവൻ എന്തോ ഇതിനകത്തിരിക്കുന്നത്. മര്യാദക്ക് എടുക്കാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ സിനിമാ നടന്റെ സ്റ്റാർഡോ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല, ഇവിടെ നമ്മൾ ഓരോരുത്തർ ഇഷ്ടപ്പെട്ടേക്കുന്ന പല ഭാഷയിലുള്ള സിനിമകൾ വരും. ഇതൊന്നും നമുക്ക് ചിലപ്പോ ആ നടനെ പറ്റി അന്നായിരിക്കും അറിയുന്നത്. അല്ല, ആ നടനെ കണ്ടുകൊണ്ട് ഇവിടെ ഈ മലയാള സിനിമയിൽ ഭയങ്കര പരിപാടി നടക്കുന്നു, മലയാള സിനിമ ഭയങ്കര പരിപാടിയാന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കാമല്ലോ. ഇവിടെ ഇപ്പൊ ഭയങ്കര സിനിമ എന്ന് പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സും മറ്റേ പിന്നെന്താണ് മഹേഷിന്റെ പ്രതികാരം, മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് ഈ കാറ്റഗറിയിൽ പെടുത്തുന്ന എങ്ങനെയാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ചുമ്മാ സിനിമയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുഴി ഉണ്ടാക്കിയെന്നോ കേവ് ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആർട്ട് ആയിട്ടുണ്ടാവും ചിലപ്പോ, ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. അതുകൊണ്ടൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെ. പിന്നെ ഈ അതിസാഹസികമായ രംഗങ്ങളിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം കൊണ്ട സിനിമ. പിന്നെ അതുകൂടാതെ തമിഴ് പാട്ട് വേറെ സാധനം കൂടെ ഉണ്ടോ, ഈ ആർട്ടൊക്കെ ചിലപ്പോ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ശരിയാണ്. പക്ഷെ അഭിനയമൊക്കെ ഉണ്ടല്ലോ, അഭിനയിക്കാന്നൊക്കെ പറയുന്ന ഇവര് മറ്റേ ഇവര് എല്ലാരും കൂടി അഭിനയിച്ചു. എല്ലാരും ഞാൻ കണ്ടു ഈ സാധനം. ഭയങ്കര അഭിനയമാണോ? നന്നായിട്ട് അഭിനയിച്ചു എല്ലാരും. മനസ്സിലായി? കണ്ടില്ല. അതൊന്ന് കണ്ടു പോകണം.
പിന്നെ എങ്ങനെ മ്യൂസിക്കിലൊക്കെ ഈ സാധനം എങ്ങനെ കണ്ട് കിടന്ന് ഓടിയതാ, വല്ലവന്റെ പാട്ടുമ്മൊക്കെ ഓടിയതാണ്. അല്ലാണ്ട് ഈ പറയണ ആ കോണ്ടെക്സ്റ്റുകളൊന്നും കറക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ സാധാരണ ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം, ഈ തമിഴ് സാധനം അതിനകത്ത് ഇല്ലെന്ന് വിചാരിക്കാം പാട്ട്. നാട്ടിലെടുത്തല്ലോ, കേരളത്തിലൊക്കെ എടുത്തു. അതാ പറഞ്ഞ മലയാളം ഈ തമിഴ് പാട്ടിന് മലയാളികൾക്കൊരു ഇതുണ്ടല്ലോ, തമിഴ് പാട്ടുമായിട്ട് മലയാളികൾക്ക്. അതുകൊണ്ട് അത് ക്വൈറ്റ് ഈസിയാണ് ഇവിടെ. അതുകൊണ്ടാണ് തമിഴ്നാട്ടിലോടി. പക്ഷെ ഇതിനകത്ത് കുറച്ച് ഈ സെന്റിമെന്റ്സ് ഉണ്ടോ ഭയങ്കര. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര സെന്റിമെന്റ് റിയൽ സ്റ്റോറി അവരെല്ലാം അങ്ങനെ. അപ്പൊ ഇങ്ങനെ കുറെ സിനിമകൾ കാണിച്ചിട്ടാണ് ഈ ഇവിടെ ഭയങ്കര സിനിമയെന്ന് പറയണല്ലോ. അത് ഇവിടെ ഇതുണ്ട് മാർക്കോ ബറോഷ്. ബറോസിന്റെ ഷൂട്ടിംഗ് ഞാൻ വന്നത്. ബറോസിന്റെ എഡിറ്റിംഗ് ഉണ്ടാകുന്നതൊക്കെ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമയത്ത് മോഹൻലാൽ സ്റ്റേജ് എന്ന് പറയുന്നുള്ളൂ. ബറോസിന്റെ കുറച്ച് എഡിറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പനി പിടിച്ചതോ ഭാര്യയുടെ സർജറി അതൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇത് ഉണ്ടായിരുന്നത് അതിനിടയ്ക്ക് ബറോസ് എന്ന് പറഞ്ഞു പോകും. അവിടെ ഇവിടെ എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ച് അവസാനം കാണിച്ചു കൂട്ടിയത് കണ്ടോ. കഷ്ടം, എന്തൊരു കഷ്ടമാണ്. അതിനിടയ്ക്ക് പൃഥ്വിരാജ് ഒരു കള്ള് കളിയാണ്. ലാലേട്ടനെ പോലെ കുഞ്ഞു മനസ്സുള്ള കുട്ടികളുടെ ഒരു സ്വഭാവമുള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ പടം എടുക്കാൻ പറ്റുള്ളൂ. കുഞ്ഞു മനസ്സ്, 3.5 വയസ്സ് അയാൾക്ക് പറ്റും. 3.5 വയസ്സ് പോരാ, 5 വയസ്സ് ഉള്ളൊരു കൊച്ചിനോട് ഒരു പടം എടുക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ ആ കൊച്ചു ചെയ്ത് തരും. ക്യാമറയൊക്കെ പിടിച്ചിട്ട് മോളെ ഇത് മതിയോ എന്ന് കൊച്ചു പറയും, ഇത് പോരാ, അപ്പോൾ വേറെ വെക്കാം, അവിടെ അത് വെക്ക്, ഇത് വെക്കുന്നൊക്കെ പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ ചിലപ്പോൾ ഇതിലും നന്നായി പോകും. അതിന് പോലും കൊള്ളത്തെ എല്ലാം കഴിഞ്ഞാന്നേ. ഇത് എന്തോ സർജറിയുടെ സൈഡ് എഫക്ട് അയാളെ കൊണ്ട് ഇതൊന്നും പറ്റുന്ന പണിയൊന്നുമല്ല. ആരെ കൊണ്ട് ഇവിടെ പറ്റുന്നത്, ബാക്കി എല്ലാം കണക്കാ നിരയിക്കൊണ്ടിരിക്കും ഓരോ കമ്പനികൾ. ഇപ്പൊ മമ്മൂട്ടി കമ്പനി മറ്റേ സിനിമാണന്മാരുടെ എല്ലാം പ്രൊഡക്ഷൻ വന്നപ്പോൾ മറ്റ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ എന്തോ ബുദ്ധിമുട്ട് വരും. അപ്പൊ അവര് അവരുടേതായ രീതിയിൽ നല്ല കഥകളൊക്കെ എടുത്ത് ഇതിനിടയിൽ കൂടെ വലിയ താരതര ഇല്ലാതെ വേറൊരു സംഭവം ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ. മറ്റേ ഈ മലയാളികളുടെ സിനിമയാണല്ലോ അത്. ഈ മലയാള സിനിമയെ കുറിച്ച് ഇങ്ങനെ ഭയങ്കര പറച്ചിലാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര പറച്ചിലാണല്ലോ. അല്ല, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. മലയാള സിനിമ മറ്റേതാണ്, ഇതാണ്, വലിയ ഉണ്ടാണെന്ന് പറഞ്ഞൊരു പറച്ചിൽ പൊതുവിലുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ് മറ്റൊരു പരിപാടി. ഇപ്പൊ റീസെന്റ് ഒരു പരിപാടി ഉണ്ടായിരുന്നു, എന്തോ ഇന്ത്യ ഗോട്ട് ടാലന്റോ എന്തോ ഒരു പരിപാടിയിൽ ഒരു നൈസ് വാവ് കൈ ഇടിച്ചു അല്ലേ, കുഴപ്പമില്ല. ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയില് കണ്ടായിരുന്നോ? താൻ കണ്ടായിരുന്നോ? ഇല്ല. ഒരു സാധനം, ഒരു പെങ്കൊച്ചിനോട് പൊളിറ്റിക്കൽ വ്യൂ ചോദിക്കുമ്പോ അവള് ആ സാധനം കണ്ടില്ലായിരുന്നു. കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത് നല്ലൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറെ പരിപാടിയൊക്കെ നടന്നെങ്കിൽ മാറിപ്പോയി. ഇതിനകത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലിറ്ററസി പുതിയ ജനറേഷനിൽ ഈ പറയുന്ന പോലെ ഇവര് ഇപ്പൊ എല്ലാവർക്കും, ഇപ്പൊ എല്ലാ ആൾക്കാരും കേരളത്തിലുള്ളവരെല്ലാരും പൊളിറ്റിക്കലി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. രാഷ്ട്രീയം എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയം ഉണ്ടാവണമെന്നോ അതിനെക്കുറിച്ച് അറിയണമെന്നോ നിർബന്ധമൊന്നുമില്ല. അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇഷ്ടം പോലെ അല്ലേ. കുറച്ചറിഞ്ഞാലും മതി, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അറിഞ്ഞിരിക്കണം, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം, ഇടപെടണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എല്ലാവരും ഇടപെടണമെന്നൊന്നുമില്ല. ആരോടേലും തനിക്കറിയാത്ത ഏത് വിഷയം ചോദിച്ചാലും ആർക്ക് വേണേലും പറയാം, കഥ അറിയത്തില്ല, അത്രേ ഉള്ളൂ. അത് ഇപ്പൊ വേണം ഞാൻ ഗൂഗിൾ നോക്കി ഒരു വല്ലാത്തൊരു ചോദ്യം തന്നോട് ചോദിച്ചാൽ തനിക്ക് അറിയത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ കോമൺ ആയിട്ടൊരു ചോദ്യമാണോ അറിയേണ്ടത്, അതും അറിയണമെന്ന് നിർബന്ധമില്ല. രണ്ടും അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്ന നമുക്ക് അറിയേണ്ട ആവശ്യത്തിനുള്ള പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയോ ആരത് മോഡി എന്തോ പ്രധാനമന്ത്രി തീ തൊട്ട പൊള്ളുന്നൊക്കെയുള്ള നമുക്ക് അറിയാം. മോഡി മനസ്സിലായില്ലേ? അറിയാലോ. അത് അത്രയൊക്കെ അറിഞ്ഞാൽ മതി. അതിനപ്പുറത്തോട്ട് എന്തെങ്കിലും അറിയണോ? എല്ലാം കൂടെ അറിഞ്ഞോമാ എല്ലാം കൂടെ അറിഞ്ഞ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാ മോഡി. ഇവിടെ ഈ ലിറ്ററസിയുടെ പേരും പറഞ്ഞ് കേരളം പൊളിയാണ്, കേരളം പൊളിയാണെന്നുള്ള കമന്റിനെ നമ്മൾ ഊക്കാറുണ്ട് ഇവിടെ. ഇല്ലേ? അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് മലയാളം ഉമ്മൻചാണ്ടി അറിയോ? ഉമ്മൻചാണ്ടി ഹെവി അല്ലേ? എല്ലാരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. അത് കറക്റ്റാ.
ഉമ്മനെ അറിയാമോ, ഞങ്ങളുടെ ഉമ്മനെ അറിയാമോ. അല്ലടാ, വേറെ സാധനം ഉണ്ടായിരുന്നു. ചാണ്ടിക്കുഞ്ഞു പുണ്യാളൻ. ചാണ്ടിക്കുഞ്ഞു പുണ്യാളൻ അവിടെ ഇരുന്നുകൊണ്ടാണോ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മലയാള സിനിമയിലെ അല്ല, ഈ ലിറ്ററസിയുടെ കാര്യം. ലിറ്ററസി ഉണ്ടോ ഇല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്ര വലിയ മാസിൽ പിടിക്കണ്ട. ഇവിടെ കിടന്നുകൊണ്ട് എല്ലാവരും ഇവിടെ കിടന്ന് ചാടേണ്ട ഒരാവശ്യവും ഇല്ല. അവിടെ ആയാലും എന്തിനും പറഞ്ഞു എന്തിനാണ് ഇവര് കിടന്ന് ചാകുന്ന? ഇവരുടനെ അതിനകത്ത് കയറി അവനെ തോപ്പിച്ചിട്ടേ ഇന്ന് കാര്യമുള്ളെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേരങ്ങ് ഇറങ്ങി തിരിച്ചേക്കുക. മനസ്സിലായോ? എന്നിട്ട് അവിടെ പോയി കമന്റ് ഇവിടുന്ന് ഇംഗ്ലീഷ് വീഡിയോ മറ്റേത് ഞങ്ങൾ കണ്ടിട്ടാടാ മുട്ടൻ അലമ്പ്. എന്നിട്ട് പോട്ടെ, ഇവന് പ്രശ്നം ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഇവൻ അതിനകത്ത് വേറെ ഡയലോഗ് ഉണ്ട്. അമ്മയെ പറ്റിയാണ് പറയുന്നത്. അത് വിഷയമായി. അപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്ത് കളഞ്ഞതും സോറി പറച്ചിൽ തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ ആൾക്കാർ എന്തോ ഒപ്പിച്ചെടുത്ത പോലെ ഇതിന്റെ ഇടയിൽ നിന്ന് പെറുക്കിയിട്ടുണ്ട് ഇച്ചിരി സോറി. മനസ്സിലായോ എനിക്ക്? അല്ലാതെ അവൻ അത് മാത്രമേ പറഞ്ഞിരുന്നെങ്കിൽ ഒന്നും ഒരിക്കലും സോറി പറയേണ്ടി വരത്തില്ല. ഇവിടെ ഇരുന്നോണ്ട് വെറുതെ കണ്ടന്റ് അടിച്ചടിച്ച് കളിക്കത്തേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ സ്ഥാനത്തല്ല പോയത്. നിങ്ങളുടെ പേരൻസ് സെക്സ് ചെയ്യുന്ന നിങ്ങൾ കാണുന്നെന്നോ അറിഞ്ഞെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നേക്കുമായി നിർത്തുമെന്നോ ഇതെന്താണ്ട് മറന്നുപോയി. എന്തോ ഇംഗ്ലീഷ് ഷോക്കകത്ത് ചോദിക്കുന്ന ചോദ്യം പുള്ളി എടുത്തതായിരിക്കും. അതായത് ഏതൊരു ഇംഗ്ലീഷ് ഷോയിൽ ഇതേപോലത്തെ ഒരു ചോദ്യം ഉണ്ട്. പുള്ളി ആ ചോദ്യം എടുത്തിട്ട് അങ്ങനെ ചെറുതായിട്ട് പളയതാ. ചാർജ് ഇല്ലേ? നോ ചാർജ്. ഓ നോ ചാർജ്. കിംബോയ് ഏറിയേക്കുവാ. കിംബോയെ കണ്ടേ പിന്നെ കിംബോയുടെ സാധനമായി ഇപ്പൊ പൊള്ളിയല്ലേ? അതെ. ഞാൻ മറന്നുപോയി. കേരള സാർ നടിച്ചാൽ തന്നെ വരും. എല്ലാം കൊള്ളാവേ. വേറെ തരത്തിൽ നോക്കുമ്പോൾ നൈസൊരു സാധനം കൂടിയാണ്. ഒന്നും അല്ല, ചെറിയൊരു ഊക്കുണ്ട് അതിനകത്ത്. വേറെ സാധനമുണ്ട്. അത് കൊള്ളാം. ഈ എല്ലാരും ഇറങ്ങിയല്ലോ. പെങ്കൊച്ചിനോട് പറയുന്ന പോലെ ആമ്പഴേ പ്രശ്നമുള്ളൂ. അല്ലടോ, ഇതല്ലാതെ വേറെ ഡയലോഗ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവിടെ ആ കേസ് ഒക്കെ മനസ്സിലായി. മറ്റേത് അതാണ് സാധനം. അല്ലാതെ ഇവിടെ നിന്നുള്ളത് വലിയ വിഷയമൊന്നും ആകത്തില്ല. അല്ല, ഇതല്ല വിഷയം. അത് അത്ര വലിയ മാരക പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത. പക്ഷെ നമ്മളെ ആൾക്കാർ ഇടയിൽ കയറി മലയാളത്തിൽ തെറിയൊക്കെ പറഞ്ഞു. അല്ലേ, ഇതിനപ്പുറത്തൊരു പ്രശ്നം നടന്നു നല്ല പോലെ. അതിനിടയിൽ നിന്നൊരു ഇച്ചിരി മറ്റേ ക്രെഡിറ്റിങ് എടുക്കുക, അങ്ങനത്തെ കുറെ കളികള്. എന്നിട്ട് ഇവനെ തെരുവിളിയോട് തെരുവിളി. നിനക്കറിയത്തില്ല, ഞാനും ഒരെണ്ണം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നിന്റെ വല്യപ്പനോട് ചോദിക്കൂ, യുവർ ഗ്രാൻഡ് ഫാദർ നോസ് പറയാന്ന് വിചാരിച്ചു. യെസ്, കേരള ഈസ് 100% ലിറ്ററേറ്റ്. യുവർ ഗ്രാൻഡ് ഫാദർ നോസ്. എന്നിട്ട് മാസ് ബീച്ച് ഇട്ടിട്ട് ഞാനിങ്ങനെ നടന്നങ്ങ് പോണം. ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. എന്നിട്ട് ബല്ലേ 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 എന്നുള്ള സാധനം പുറകിൽ ഇട്ട് കൊടുക്കും. ഇങ്ങനെ കൂടെ പറയണം. ഇറ്റ്സ് ഫണ്ണി, വെരി ഫണ്ണി, ഇറ്റ്സ് വെരി ഫണ്ണി ബിക്കോസ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. ലാഫ് എന്താ പറയുക, ഓമർ എന്താ വിളിക്കുന്നത്? തുക്കട ചിക്കട എന്നാണ് വിളിക്കുന്നില്ലേ? അങ്ങനെയാണ് അല്ലേ? എന്തേലും പറയണം. എന്നിട്ട് അതിന്റെ പുറകെ മാസ് ഡയലോഗ് ഉണ്ടാക്കണം നമ്മൾ. മനസ്സിലായില്ലേ? ഈ പഞ്ചാബിൽ ഒരു സാധനം കൂടെ വേണം. തേനുവെച്ചില്ലാത്ത പരിപാടിയില്ല. അങ്ങനെ പറയുന്നുണ്ട്. ഇവന്മാര് ലോക വണ്ണന്മാരാണ്. ഇവര് എവിടെ പോയി തലയെക്കെട്ട് കിട്ടി നടക്കുന്ന ഇവന്മാരൊക്കെ പറയാതെ നമ്മളത്. അല്ല, എനിക്കറിയാം. എനിക്ക് പഞ്ചാബികളെ കണ്ടാണല്ലോ. പഞ്ചാബികൾ ഒരു കോമഡി മനുഷ്യരാ. ഏതെങ്കിലും മനുഷ്യര് ഇപ്പൊ തലയിൽ ഇത്രയും വലിയ കെട്ടും കിട്ടും നടക്കുക. എന്നിട്ട് അത് വലിയ സംഭവം അന്നും പറഞ്ഞ് എല്ലായിടത്തും കൊണ്ട് കെട്ടി കാണിക്കാത്ത തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്
ഏതെങ്കിലും മനുഷ്യർ ചെയ്യുമോ ഇതൊക്കെ? താൻ എന്തെങ്കിലും വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്ന് ആരെങ്കിലും കാണിക്കുന്നുണ്ട് ഇത്തിരി മണ്ടത്ര? കൾച്ചറലൊന്നും അല്ല, അവന്മാർക്ക് ബോധമില്ല. ഇപ്പൊ ഒത്തിരി പേര് ഉപേക്ഷിച്ചു. പഞ്ചാബിലെല്ലാം ഒന്നും ഇതിനൊക്കെ തോന്നില്ല. ഈ സിഖുകാരും അങ്ങനത്തെ കുറെ ടീംസ് ഉണ്ട്, തലക്കെട്ടുകാരും, അവർക്ക് വേണ്ടോ മതപ്രശ്നം വേണ്ട. അത് ഉമ്മ പ്രാന്ത. അത് വലിയ ക്രെഡിറ്റ് ആയിട്ട് ഹെൽമെറ്റും വെക്കത്തില്ല പൊട്ടന്മാര്. നാറ്റവോ ഈ കുടുംബിക്ക് ഭയങ്കര നാറ്റവാ. എല്ലാം കൂടെ വേർത്ത് കെട്ടിയിരിക്കുമല്ലേ ഇവന്മാരുടെ തലയില്. പിന്നെ എന്ത് മറ്റേ കടലയുടെ എണ്ണയൊക്കെ ഉപയോഗിക്കുന്നു. ഒരു വൃത്തിയില്ലാത്തവന്മാരാണ് കൂടുതലുണ്ട് ഇമാര് നടക്കുന്നത്. ഇത് മിഡിൽ ക്ലാസ് തൊട്ട് താഴോട്ട് വൃത്തിയില്ല. ഹൈ ക്ലാസ് എനിക്കറിയത്തില്ല, നമ്മള് കണ്ടതൊന്നും നമുക്ക് അത്ര അറിയത്തില്ല. കണ്ടത് കൂടുതലും ഇങ്ങനത്തെ ഗൾഫിലെ ഹൈ ക്ലാസ് ഉണ്ട്. പക്ഷെ എന്നാൽ ഇമാരെ വൃത്തിയെ പറ്റി ഒന്നും നമുക്ക് അന്വേഷിച്ച് ചെല്ലാൻ പറ്റത്തില്ല. അവർ വീട്ടിലൊക്കെ ചെന്നാലല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് കാണാമല്ലോ. ഇതല്ലാതെ തന്നെ നമ്മുടെ ക്യാമ്പുകളിലൊക്കെ താമസിക്കുമ്പോൾ ഇമാരുടെ പരിപാടി. വീടുകൾ വലിയ കുഴപ്പമില്ലായിരിക്കും. ചിലപ്പോൾ കാശുള്ളവൻ എല്ലായിടത്തും ഒരുപോലെയാണ്. അവർക്കൊരു ക്ലീൻലിനെസ് ഉണ്ടാവും. ഇവന്മാർക്കതില്ല. കോമൺ പീപ്പിള് നമ്മുടെ ഇവിടുത്തെ ഒരു ഏത് ക്ലാസ്സിലുള്ള ഒരാളുടെ ഒരു വൃത്തി ഉണ്ടാവും. ഇവന്മാർക്കൊരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ വൃത്തിയും എടുപ്പൊന്നുമില്ല. മനസ്സിലായോ? ബോധവും ഇല്ല, വെള്ളവും ഇല്ല. പിന്നെ ഗൾഫിലൊക്കെ ആണേലും ഈ മലയാളി ലേബേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. മനസ്സിലായോ? സ്കിൽഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരും. പിന്നെ എല്ലാ ഓപ്പറേറ്ററും ഡ്രൈവറും ഒക്കെ വരും. പഞ്ചാബിൽ നിന്ന് ഓപ്പറേറ്റേഴ്സും ഡ്രൈവേഴ്സും ഏറ്റവും കൂടുതൽ ഗൾഫിലുള്ളത്. പിന്നെ ഓഫീസേഴ്സ് കൊണ്ട് ഇല്ലെന്നല്ല, പക്ഷെ മെജോറിറ്റി ഇവരായിരിക്കും. ട്രിഗർ അങ്ങനെ കുറെ പണികളുണ്ട് ഇവർക്ക്. അങ്ങനെ ഇവന്മാരെ കാണുന്നത് ട്രക്ക് ഡ്രൈവേഴ്സ് ലോകമെമ്പാടും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഇവന്മാരെ കൂട്ടത്തിൽ നിന്ന് വലിയ പുള്ളികളും ഉണ്ട്. മനസ്സിലായില്ലേ? അമേരിക്കയിലൊക്കെ വൻ സംഭവം ഇവന്മാര്. കാനഡയിൽ അത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളാ മൊത്തം UK-ലും ഓസ്ട്രേലിയയിലും ഉണ്ട്. അവന്മാർ അടി വരെ കിട്ടിയോ? ഓസ്ട്രേലിയക്കാര് ഇവന്മാർക്കെതിരെ അടിയുണ്ടായി, ആരാണ്ട് കൊന്ന സംഭവമൊക്കെ ഉണ്ട്. പമ്പിലായിട്ട് ഇഷ്യൂ വേണ്ടായിട്ട് മലമ്പായി. അപ്പം അങ്ങനെ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികളും ഉണ്ട് മിക്ക സ്ഥലത്തും. എന്നിട്ട് ഇവന്മാർ ഈ താലേക്കെട്ടും കൊണ്ട് പോവുക. ലോകത്തെല്ലായിടത്തും ഈ പരിപാടി ഭയങ്കര ലിബറൽ സ്പേസ് എന്നുള്ള രീതിയിൽ ഈ ആൾക്കാർ മുഴുവൻ ഇരിക്കുന്നത്. ഇവര് മൊത്തത്തിൽ അങ്ങനെയാണല്ലോ. ഇവരെല്ലാരും ഭയങ്കര അൾട്രാ പുരോഗമനവാദികളാണ്. പ്രോ അൾട്രാ, മനസ്സിലായില്ലേ? ആ ടീമാണ്, ഭയങ്കര പുരോഗമനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ കളിയാക്കലും ഒക്കെ വരുന്നത്. അതെ, ശരിയാ. അപ്പൊ തലക്കെട്ടും കെട്ടിയിരുന്നോണ്ടാ പറയാ. അതെ, താൻ മറ്റേ സാധനം പറയാറില്ല, മറ്റേ പൊട്ടം തൊട്ട് മേക്കപ്പ് വിട്ട് ലിപ്സ്റ്റിക്ക് വിട്ട് കഴിഞ്ഞ് വന്നിരുന്നോണ്ട് സ്ത്രീ സമത്വത്തെ കുറിച്ച് പറയും. സ്ത്രീ സമത്വമാ വേണ്ടത്. അപ്പോഴേ മനസ്സിലായി വേണ്ടതെന്തോ. ആർക്കും ഉണ്ടാലും മനസ്സിലാകത്തില്ല. സാരിയൊക്കെ കൊടുത്തിട്ട് ഒരുങ്ങി കെട്ടി വരിക സ്ത്രീയാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ അവർക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇതെന്തോ മനസ്സിലായിട്ടില്ല. അവർക്കത് മനസ്സിലായിട്ടേ ഇല്ല. ചുമ്മാ ഇറങ്ങിയാണ്ടൊക്കെ കേട്ടു വാ തകർത്തേക്കാം, കുറച്ച് ഷോ ആവുമല്ലോ പുതിയ 4 സാരി മേടിച്ചു കാണും. പിന്നില്ല, എന്തായാലും പരിപാടിക്ക് പോണതാ. 4 സാരി പുതിയ എടുത്തേക്കാം. ഉത്ത സാരിയൊക്കെ കൊടുത്തിട്ട് സ്പ്രേ ഒക്കെ കൂടെ അടിച്ച് ഇറങ്ങി വന്നിട്ട് നേരെ ഇറങ്ങി ഇങ്ങോട്ട് കണ്ണടയൊക്കെ വെക്കും. എന്നിട്ട് അതാ കോമഡി. താഴില്ലടാ അതെന്തായിരുന്നോ വീഡിയോ? അവൻ എന്ത് സാധനമാ ചെയ്തല്ലേ? താഴെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇനിയിപ്പോ അതെടുക്കണമെന്നുണ്ടെ പണി എൻ്റെ ഇതിനകത്തില്ല. എവിടെ നിന്ന് കയറി വന്നതാണ്? കിംബോയുടെ പ്രൊഫൈലിൽ കയറിയാൽ മതി, അതിനകത്ത് ഒത്തിരി ഉണ്ട്. താഴത്തിലിടാന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. എന്നാ ലെവലാ അത്! ഭയങ്കരം തന്നെ, സമ്മതിക്കണം. വിഷയത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ആ വിഷയത്തിൽ നിന്നും വഴി മാറി ഒരു പ്രത്യേക വിഷയത്തിലെത്തിയപ്പോൾ ആ വിഷയം ശരിക്കും പറഞ്ഞാൽ നമ്മള് ചില വിഷയങ്ങള് അത് കുറച്ചുകൂടി നല്ല വിഷയങ്ങളായിരുന്നു എന്നൊരു സംശയമുണ്ട്. ഇനിയിപ്പോ നമ്മളതിന് വിഷയത്തിലേക്ക് തിരിച്ചു പോയെന്ന് തന്നെ വിചാരിക്കുക. ഇത് ഏത് വിഷയത്തിലേക്ക് തിരിച്ചു പോകണം, അതിനകത്താണ് എനിക്ക് കൺഫ്യൂഷനുള്ളത്. ആ സംശയത്തിലാണോ താങ്കൾ? ഞാൻ പറയട്ടെ, ഞാൻ ഈ അവസരം അതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ ഒരവസരത്തിൽ
ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സെക്കൻഡ് ഞാനത് പറയുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവന്റെ രക്തത്തിൽ കഴുകിയെടുക്കണം. രക്തം ചിന്തിയ ചുവരുകൾ കാണാം. ചോര വീണ മണ്ണിൽ നിന്നും രക്തത്തിൽ കഴുകിയിട്ട് തോപ്പിക്ക് വിട്ടു പോകുന്നു. ഈ പിശാചിന്റെ മേൽ നിന്റെ കരങ്ങള് പതിക്കട്ടെ. അവൻ മറ്റെന്തോ ചോരയെ പറ്റി ഇവിടെ ഇരുന്ന് പാട്ട് പാടുക. കർത്താവേ, ഇവന്റെ ശബ്ദം മാറ്റി. കർത്താവേ, അവൻ ചോര മറ്റു പല ചോരകളുമായി വന്നിരിക്കുകയാണ്. കർത്താവേ, കർത്താവിന്റെ രക്തം വിശുദ്ധ രക്തം. ആ രക്തം മാത്രമാണ് രക്തം. ഇതെന്റെ രക്തമാകുന്നു, ഇതെന്റെ ശരീരമാകുന്നു. ഇത് തിന്ന് നിങ്ങൾ അർമാദിപ്പിൻ. കുഴഞ്ഞു പോയ ഈ രക്തം എന്ന് പറഞ്ഞുണ്ടല്ലോ, രക്തത്താൽ അങ്ങനെ പാട്ടില്ലേ? രക്തം വെച്ച് കുറെ ഉണ്ട്. രക്തം കൊണ്ട് കുറെ പരിപാടിയാണ്. രക്തത്തിൽ കത്തെഴുതുക, കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി. രക്തത്തിൽ കത്തെഴുതുക. രക്തത്തിൽ കത്തൊക്കെ എഴുതും. രക്തം കൊണ്ട് മറ്റേ സാധനം ചെയ്യും. പിന്നെ രക്തം വെച്ചിട്ട് ഇങ്ങനൊരു സാധനം അതുണ്ട്. അത് ഏതോ തീർന്നു ഇവരും അറിയാം. അതും പ്രത്യേകിച്ച് വേറെ എവിടെയും കൊണ്ട് മുള്ളു കൊണ്ടിട്ടോ കത്തി കൊണ്ടിട്ടോ അല്ല അല്ല, വാളുണ്ട്. പിന്നെ കൂടുതൽ ശിവന്റെ ഒക്കെ കുന്നുണ്ട്. അതേ പോയി പൊളിച്ചു കഴിഞ്ഞാണല്ലോ തീർന്നു. ലാസ്റ്റാ അതിലാണെങ്കിൽ പിന്നെ അത് ക്ലൈമാക്സിൽ മഴ കാറ്റുണ്ടാവും. മഴ ഉറപ്പല്ലേ? മഴ പെയ്യുന്നൊരു സമയമുണ്ട്. അത് ബോധം പോകും. അപ്പൊ ബോധത്തിലേക്ക് വരണം നായകന്. ഇടിച്ചിട്ടേക്കുവാ. അപ്പോഴത്തേക്കിനാണ് അമ്മയെ കൊണ്ടു നിർത്തുന്നത്. കാറ്റും മഴയത്ത് അമ്മ ഇങ്ങനെ സെറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കാണിച്ചോണ്ട് നിക്കണമെന്നാ. ഇങ്ങനെ അമ്മ അമ്മ ഇങ്ങനെ കിംബോയെ കണ്ടതിന്റെ തോന്നുന്നു. അമ്മ ഇങ്ങനെ നിക്കുന്നത് കിംബോയെ കാണിക്കുന്നത്. അതെ, ഇങ്ങനെ നിക്കുന്നു. അപ്പൊ മകൻ അവിടെ നിലത്ത് കിടക്കുന്നു. കാറ്റ്, വിളക്ക്, ഭയങ്കര കാറ്റിങ് വരും. ഇതിങ്ങനെ കാറ്റ് വരവാ. ദേവി ഇങ്ങനെ ഒന്ന് വീശി അങ്ങോട്ട് പോകുമ്പോ ഒരു മഴയാ. കാറ്റ് നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എന്റെ കിംബോയി കിടമ്പോയിരിപ്പൂ. അങ്ങനെ മഴ പെയ്യുകയാണ്. അപ്പൊ തന്നെ ബോധം കണ്ണിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വല്ലാത്ത രീതിയിലാണ് തുറക്കുന്നത്. കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിങ്ങനെ തുറക്കും. ഇങ്ങനെ ചെറിയൊരു ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടാവും ചിലപ്പോ. ഇവിടെ ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ടാവും. അത്രയൊക്കെ മുറിയുമല്ലോ, ഒരു അടിയൊക്കെ നായകന് ഇവിടെ മുറിയണമെന്നുണ്ട്. പിന്നെ വേറെ എവിടെയൊക്കെ നായകന്റെ മുറിവുകൾ, ചോര കുറച്ച് വരാം. ശരിക്കും നായകന്റെ മുറിവുകൾ എന്ന് പറയുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ? അത് വേണമെങ്കിൽ ഒരു ഡോക്യുമെന്ററി നമുക്ക്. നായകന്റെ മുറിവുകൾ കൊള്ളാം. വില്ലന്റെ മുറിവുകൾ വേണ്ട, നമുക്ക് നായകന്റെ മുറിവുകൾ എടുക്കാം. വില്ലൻ ഒരുപാട് മുറിയും. നായകന്റെ മുറിവ് ഇവിടെ കോമൺ ആയിട്ട് ഇവിടെ പറഞ്ഞുണ്ട്. ഇവിടെ മെയിൻ സാധനം ഇവിടെ കൊള്ളും. പിന്നെ വേറെ എവിടെ? വില്ലൻ ഇവിടെയാണ്. ഇങ്ങനെ മുറിയട്ടെ. നായകനാണെങ്കിൽ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ. ഇവിടെ അല്ല, പൊട്ടലാണെ പോലെ ഇവിടെ നിന്ന് പൊട്ടിയിട്ട് ചോര വലിക്കലുണ്ട്. അടിപൊളിയാണ്. തലക്കടിച്ചാൽ ഇവിടുന്ന് ഹെയർ സ്റ്റൈലിന്റെ ഉള്ളിക്കൂടി ഇങ്ങനെ അതിങ്ങനെ സൈഡിൽ നിന്ന് കാണിക്കുന്നത് നായകന്റെ തലമുറിവുകൾ. ഓക്കെ, തലയുടെ എവിടെ അടിച്ചാലും കുഴപ്പമില്ല, ചോര ഇതുവഴി വരും. കാലിനൊക്കെ അടിച്ചവരെ പുറത്തൊക്കെ ചെവിക്കകത്തുനിന്നൊക്കെ വരുന്ന സീനൊന്നും ഇല്ല. അത് വേറെ സീനാവും, പ്രശ്നമാവും. ചെവിക്കകത്തുനിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പൊ അങ്ങനെ ചോര ഇങ്ങനെ കിടക്കുക, നിലത്ത് കിടക്കുക. ചോര പെട്ടെന്ന് ഇങ്ങനെ മഴ പെയ്തിങ്ങനെ കണ്ണിങ്ങനെ തുറക്കും. പതുക്കെ തുറക്കുമ്പോ ഇങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ അമ്മ
എന്തൊക്കെയോ പറയുന്നു, ഒന്നും കേൾക്കുന്നില്ലാത്ത പോലെ അഭിനയിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ജയ് ശിവരാം ജയ് ശ്രീരാം എന്നൊക്കെ പറയും. ഓടനെ ഉണ്ടല്ലോ ഇവൻ ഇങ്ങോട്ട് എഴുന്നേക്കില്ല. കാറ്റ് വന്നു പോയി, എന്റെ പവർ വന്നല്ലോ, റീചാർജ് ചെയ്തിട്ട് ഫുൾ ചാർജിലും കൂടുതൽ. നേരത്തെ 100% ഇപ്പോൾ ഒരു 200% ചാർജിൽ അവൻ എഴുന്നേറ്റ് വരുന്നു. പിന്നെ അവൻ ആഡ് ചെയ്യാൻ സൂപ്പർ സൂപ്പർ അടിപൊളിയാണ്. ഇനിയും ഇതുപോലത്തെ സിനിമകൾ നമുക്ക് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ടോപ്പിക് എവിടെ തന്നാലും നമുക്ക് വിഷയമല്ല. ബ്ലഡാണ് വിഷയം. അങ്ങനെ പാട്ട് അത് ഏതാണ് പാട്ട്? ഏതാണോ ക്രിസ്ത്യൻ ഒരു സോങ് ഉണ്ട്, രക്തത്താൽ എന്ന് പറഞ്ഞുകൊണ്ടെന്ന് കേൾക്കാം. ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞ പാട്ടുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ഭയങ്കര രസമാണ്. അതായത് ഈ ആൾക്കാരിനോട് ഭയങ്കര യേശുവിനോട് ഭയങ്കര എന്തോ ഒരു ബന്ധം ഉണ്ടാക്കും ആൾക്കാർ. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനികളുടെ ഒരു പൊതുവിലുള്ള ഭയങ്കര ഒരു ഭയങ്കര ക്ലോസ് ആണ് ജീസസ് ആയിട്ട്. ഈ അതുകൊണ്ട് തന്നെ ഇവരുടെ പാട്ടുകളുടെ ഒരു രീതി ജീസസിന്റെ ദേഹത്ത് മൊത്തം രക്തമാണ്. ഇവിടത്തെ നായകന്മാർക്കൊന്നും അത്രയും രക്തം കിട്ടിയിട്ടില്ല. എല്ലായിടത്തൊന്നും രക്തം എവിടെ നിന്നൊക്കെ ഒലിക്കണമെന്ന് ജീസസിനെ നോക്കിയിട്ട് വേണം പഠിച്ചാൽ വേണം സിനിമയിലെ എടുക്കാം. അല്ലല്ല, ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ മുറിക്കും, 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 ഇവിടെ കുത്തും. പിന്നെ ഇങ്ങനെ കുറെ സാധനം, എല്ലാ സാധനവും ഉണ്ട്. തലയിൽ വെച്ചതിനും 4 സൈഡിൽ നിന്ന് ഒലിക്കുന്നുണ്ട്. ചെവിക്കടയിൽ കൂടെ മാത്രമല്ല. അതാണ് മോനെ മുറിവുകൾ, അതാണ് തിരുമുറിവുകൾ. അത് വലിയ തിരിവെച്ച് മുറിക്കുന്നതല്ല. അല്ലല്ല, മുറിവ്. തിരുവനന്തപുരം, തിരുവാതിര, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആ തിരുരക്തത്താൽ. അപ്പൊ അങ്ങനെ വേണം ഒലിക്കാൻ. തിരുമേല പോരാത്തതിന് അങ്ങ് കാലിന്റെ അടി വരെ അടിച്ച് കീറി ഒഴിപ്പിച്ചു. അവിടെ എല്ലാം മോനെ ഇനി രക്തം വരാൻ ഏതാ വഴി, അവിടെ എല്ലാം കൊടുത്ത് നല്ല പോലെ സീൻ എല്ലായിടത്തും ഒലിക്കുമല്ലേ. അങ്ങനെ കിടക്കുക. മറ്റേ സിനിമയിൽ അമ്മ കിടക്കുന്ന പോലെ. യേശു അന്ന് ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല. അതൊന്നും മോനെ ബൈബിളിലും ഖുറാനിലും അവിടെ ഒന്നും ആ കാലഘട്ടത്തിൽ ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമില്ല. അതിങ്ങനെ അടിക്കുമ്പോൾ പുറത്തു പോകുന്നു കഴിയും. അല്ല ഇതുകൊണ്ട് എന്താ പ്രയോജനം അവർക്കൊന്നും. ആ കാലഘട്ടത്തിൽ ബ്ലഡ് ഗ്രൂപ്പ് ആദ്യം സിനിമയിൽ വന്നപ്പോഴേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. ആദ്യത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈ സിനിമയിൽ വന്നപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. പിന്നെ കളർ ആയപ്പോഴാണ് റെഡ് ആവാൻ പറ്റിയത്. പറഞ്ഞു വന്നതല്ല. ഈ പാട്ടുണ്ടല്ലോ ഏതാ കാര്യം കിംബോയ് നോക്കി. അപ്പൊ അത് കാരണം ഇത് വിട്ടുപോയി. മറ്റേ പാട്ടിന്റെ കാര്യം പറഞ്ഞതാണ്. ഈ യേശുവായിട്ടുള്ള ഇവരുടെ ബന്ധം ഉണ്ടല്ലോ ക്രിസ്ത്യാനികളുടെ, ഭയങ്കര വ്യക്തിബന്ധമാണ്. അപ്പൊ ഇവരുടെ പാട്ടിന്റെ ഒരു മൂഡ് അത് തന്നെയാ. മനസ്സിലുണ്ടോ? അങ്ങനെ പാട്ടിനകത്ത് അതൊക്കെ ഒരു കയറ്റും. ഒരു പാട്ടാണ് കേട്ടോ. ഭീഷണിയുള്ള പാട്ടൊക്കെ ഉണ്ട്. അത് വേറെ. അത് പറയാം. ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ, കരയരുതേ എന്താടോ ഇതൊക്കെ? ഇങ്ങനെയൊക്കെ പാട്ട് പാടി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും? മനുഷ്യര് പെടൂലേ? അല്ലെങ്കിൽ തന്നെ മതം എന്ന് പറഞ്ഞ ഒരു പെടും. അതിനകത്ത് ഓൾറെഡി വെട്ടെടുക്കണേ. പിന്നെ ഇങ്ങനത്തെ പാട്ടും കൂടി ഇറക്കി കൊടുത്താൽ. പക്ഷെ ഒരു കാര്യം കേട്ടോ, മറ്റേ സാധനം അതല്ല. ഇത് ഒരു സൈഡാണ്, ഒരു സമയമാണ്. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ മറ്റേ അക്രയ്ക്ക് യാത്ര തുടങ്ങിയ പിന്നെ പൊളി സാധനങ്ങളാണ് വന്നത്. നമ്മളെ ബന്ധുക്കോസ് ടീം ഇങ്ങോട്ട് വന്നിട്ട് കൊടുത്തില്ലേ, അടിച്ചു കൊടുത്ത്. കിംബോയ് പറയുന്നത് വന്നു. കിംബോയ് ഇങ്ങ് വന്നു. കിംബോയ് 6 ടീം ഇറങ്ങി. പിന്നെ പഴയ ഈ സാധനമൊന്നും ഇല്ല. പിന്നെ
പറയുമ്പോഴത്തേന് പിള്ളേർ ഇങ്ങനെ കണ്ടിട്ടില്ല, എന്തോ കാണില്ല, ലൈറ്റ് വരെ ആയി, ലേസർ വരെ വന്നു, പുറകെ ഭയങ്കര വലിയ സ്ക്രീന്, ഷോ കിടിലൻ പാർട്ടി, കിടിലൻ പാർട്ടി. പക്ഷെ തീട്ട പാർട്ടി, അതുകൊണ്ടാണ് പോവാത്ത കേട്ടോ. അല്ലേ പോവാതെ പിന്നെ നല്ല പാർട്ടി ആയതവരാ ജീസസിന്റെ പേര് പറഞ്ഞത് നമുക്ക് തന്നെ. ഇനി ജീസസ് തന്നെ വന്ന് പാർട്ടി നടത്തിയാലും പോവും. പാർട്ടി നല്ലതായിരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇമാരുടെ പരിപാടി കൊള്ളത്തില്ല. തീട്ടം എന്ന് പറഞ്ഞാൽ എവിടെ എല്ലാം അടിച്ചുകൊണ്ട് വന്ന് ഏതാണ്ടൊക്കെ കൂടെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ കാണിക്കുന്നു. തീരെ ബോധമില്ലാത്ത ആൾക്കാർ വരുന്നത് കൊണ്ട്, അതായത് മറ്റിടത്ത് വരുന്ന ആൾക്കാർ ഇവിടെ വരുന്ന ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ സൈക്കഡലിക് പാർട്ടീസ് അല്ലെങ്കിൽ ഈ ടുമോർലാൻഡ് പോലത്തെ സ്ഥലത്ത് പോകുമ്പോൾ നല്ല ബോധവും വിടുവുള്ള ആൾക്കാർ എല്ലാം കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞും കേട്ടും ചിലപ്പോൾ നല്ല ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അതിനകത്ത് എല്ലാ പ്രൊഫഷനും വരും. ഈ കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിച്ചും കണ്ടുമൊക്കെ കുറേ മ്യൂസിക്കൊക്കെ കേട്ട് പരിചയമുള്ള ആളുകൾ, കുറേ പാർട്ടീസ് ചെയ്തവരൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അവർ വന്നിട്ട് അവർ ചിലപ്പോൾ വല്ല ഡ്രഗ്സോ അല്ലെ കൂടിയ സാധനം വല്ലതൊക്കെ അടിച്ച് കയറ്റിയിട്ടാണ് ഇവരുടെ ലെവലിലെത്തുന്നത്. ഇവർക്കത് വേണ്ട. ഇവരെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒറിജിനലാണ്, മനസ്സിലായോ? ഇവർക്ക് മറ്റേതൊന്നും ഇല്ല. ഇവരെല്ലാം ഇവിടെ എങ്ങോട്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ്. അവർക്ക് മരുന്ന് കഴിക്കാതെ തന്നെ അല്ലെ ഡ്രഗ്സ് അടിക്കാതെ തന്നെ ഈ ഹൈ നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പുറത്ത് വരുന്നത്. അവരെ ഒന്ന് കാണിച്ചാൽ അവർ തുള്ളും. അവരെ അവിടെ കൊണ്ടുവിട്ടാലും തുള്ളും, അവരിവിടെ ഇട്ടാലും തുള്ളും. പക്ഷെ അവർക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. കാരണം അവർ മറ്റേ ഒറിജിനൽ സാധനമാണ്, മനസ്സിലായല്ലേ? മറ്റവരിത് കുറച്ച് നേരത്തേക്ക് ആ ട്രിപ്പ് പിടിക്കുന്നുള്ളൂ. അതെന്തിനും അടിച്ച് ഭയങ്കര ഇത് റിയലാണ്. അവർക്കൊന്നും അടിച്ചിട്ട് വരുന്നതല്ല ഇത്. അത് കാരണം ഇങ്ങനെ ബാക്കി സമയം ഇവരെന്തോ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇവരുടെ പ്രശ്നം ഇതാ, അല്ല ഇവർക്ക് ഇങ്ങനെ ആവാൻ പറ്റത്തില്ല. അത് കണ്ടാ അറിയാതെ ഈ ഇത്തരം ഇത് വരും. ബോർഡ് വെക്കും, പരസ്യം കാണിക്കുമെന്ന് വിചാരിക്കുക. അതായത് ഞാൻ ഇന്നവരെ പരസ്യം കണ്ടിട്ടുള്ളൂ. പക്ഷെ റോഡ് നീളം ഉണ്ടെന്നാ പറയുന്നത്. ഏതാണെന്നറിയോ? ഈ പാസ്റ്റർമാരുടെ പടമൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറേ ഇല്ല. ഇത് എന്റെ കണ്ണിൽ പെടത്തേ ഇല്ല. അവത്തേജ് രോഗശാന്തി, മറ്റേ ഫീസ്റ്റ്, യേശു വരുന്നു, അടുത്തൊരാഴ്ച യേശുവിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് നല്ല ചിരിച്ചിരിക്കുന്നു. ഈ സാധനം എന്താ അറിയോ? ഇതുപോലത്തെ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ഞാനും കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ കാണിക്കുകയും ചെയ്തിട്ട് യേശുവിൻ്റെ ഒരാഴ്ച എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പോയിട്ടായിട്ട് പറഞ്ഞത് വണ്ടി ഇരുന്ന് കേട്ടല്ല. ഞാൻ ഇപ്പോഴും പോസ്റ്റർ കണ്ടിട്ടില്ല, മനസ്സിലായത് എനിക്ക്. ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇത് കണ്ട് ശ്രദ്ധിച്ച് അവിടെ ചെല്ലുക എന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊരു ചെറിയ പണിയല്ല. നമ്മൾ ഈ പറയുന്ന പോലത്തെ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയിട്ടടിക്കുന്ന ഏത് സാധനം അടിച്ചിട്ടാണെങ്കിലും ഇത് കാണാൻ കിട്ടത്തില്ല നമ്മുടെ കണ്ണില്. ഞാൻ ശ്രദ്ധിച്ചാന്ന് ആലോചിച്ച് നോക്ക്. എത്ര ഹൈ ആന്ന് പറഞ്ഞാലും എത്ര അടിച്ച് പേരത്ത് നിന്നോ പെരുത്തെന്ന് പറഞ്ഞാലും ഈ സാധനത്തിൽ നമ്മൾ പോകത്തില്ല. പക്ഷെ അത് എന്തുകൊണ്ടാണ് പോകാതെ വെച്ചാൽ നമുക്ക് കുറച്ച് നേരം കിക്കുള്ളെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ എന്തിനാ അടിച്ചിട്ടുണ്ട്, അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ അങ്ങനെയൊക്കെ ഉള്ളൂ. ആ 2 മണിക്കൂർ കൊണ്ട് ഈ പരിപാടി കഴിയുക. ആ 2 മണിക്കൂർ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ വേറെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. താണെന്ന് ആലോചിക്കുക, ഒരു ഉണർന്നിരിക്കുന്ന അത്രയും നേരവും കിക്കായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ തനിക്ക് ഉണ്ടായിപ്പോയാൽ ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോൾ തനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാണ്ടായി പോകും. എന്ത് കണ്ടാലും പോവാ. അത് ഫുൾ ടൈം ട്രിപ്പിലായതുകൊണ്ട് അവർക്ക് അറിയത്തില്ല, ഈ നോർമൽ സീൻ അറിയത്തില്ലല്ലോ. അവരുടെ ഒരു പൈസ ഒന്നും ഉണ്ടാകത്തില്ല. അവർ ചിലപ്പോൾ വല്ലവരുടെയും വീട്ടിലൊക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കുമായിരിക്കും, വേറെ എവിടത്തും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അവരെല്ലാം കൂടി ഇത് കാണും. ഇത് കണ്ടിട്ട് അവർ നേരെ അങ്ങോട്ട് പിടിക്കും. അവിടെ പോയി കിടന്ന് തുള്ളുക, മതിക്കുക, യേശു എങ്കിൽ യേശു, മറ്റേ അമ്പലം എങ്കിൽ അമ്പലം, അങ്ങനെ കിട്ടിയ അത് മറ്റേതാണ് ഇതാണ് അത്. മറ്റേ ടീമില്ലേ ഈ നമ്മളിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ, പ്രശ്നമുള്ളവര്, ഇവർക്ക് ഈ പാട്ട് ഭയങ്കരമായിട്ട് ഇവരെ ഇത് ചെയ്യും. ഭയപ്പെടേണ്ട മകളെയൊക്കെ മകളെ എന്നൊക്കെ ആയിരിക്കും വിളിക്കണത്, മനസ്സിലായത് എനിക്ക്. അവർക്ക് അത് അങ്ങനെ കിട്ടുള്ളൂ. അവരാ സാധനത്തിലോട്ട് പിടിക്കും. യേശു ശോകമാണ്. ലൈഫ് മൊത്തത്തില് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന മനുഷ്യർ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അത് ഭയങ്കര സിവിയർ ആയിരിക്കണോളൂ, അല്ലാതെ ഇടയ്ക്ക് സിവിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം കൂടി അവർക്ക് ഒത്തിരി സാധനം കൈവിട്ട് പോകണം. പക്ഷെ നൈസായിട്ട് കുറെ എന്താ പറയാ, അത്രയ്ക്ക് സിവിയർ അല്ലാത്ത ആൾക്കാര്, ബോധമുള്ളവരാണെങ്കിൽ അവര് സൈക്കാട്രിക് ഹെൽപ്പ് തന്നെ എടുക്കും. ബോധം കുറഞ്ഞ ആൾക്കാര് വള്ളി അമ്പലം തെണ്ടി നടക്കും, കുറെ കാശും കളയും, സമാധാനവും ഇല്ല, സ്വാമിമാരുടെ അടുത്തൊക്കെ പോകും, അങ്ങനെയൊക്കെ പോകും. അങ്ങനെ വരുന്നവരെ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമായി. ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വരുന്നവൻ ഇതാന്ന്.
മനസ്സിലായോ? ഈ അടുത്ത് നമ്മുടെ അല്ലാതെ ആരും വരത്തില്ല. ഒരു ഞാൻ ചുമ്മാ തമാശക്ക് പോലും കയറി അവരെ കളിയാക്കാൻ പോലും അതിനകത്ത് കയറി നിൽക്കത്തില്ല. അപ്പൊ ഒന്ന് ആലോചിക്കും അവിടെ വരുന്നവരായിരിക്കും. താൻ ഇത്ര ആലോചിച്ചാൽ മതിയല്ലോ, നമ്മൾ അറിയുന്ന ഒരാൾ സ്വാമിയായിട്ടിരിപ്പുണ്ടല്ലോ. അയ്യോ, എത്ര സാധനമാരെ അറിയാന്നറിയാം ഇപ്പൊ നമ്മുടെ പല സുഹൃത്തുക്കളും ഇപ്പൊ സാധനമാരാണ്. പല സ്വാമിമാരും ഇപ്പൊ സുഹൃത്തുക്കളാണ്. പൊളിയാ. ഇനിയാണ് കളം. ഇനി കളി മാറാൻ പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കും. ഇനി ഇവിടെ പലതും നടക്കും. കഥ മാറുകയാണ് ഗൈസ്. പലതും നടക്കാൻ പോവാ. അപ്പോ എന്താ പറഞ്ഞു തന്നെ നമ്മളുടെ ഇപ്പൊ എന്താ പറഞ്ഞ ഈ കാര്യം എന്താന്ന് ചേട്ടാ വല്ല ഓർമ്മയുണ്ട്? സ്വാമിമാരിലോട്ട് എത്തുന്നതിന് മുമ്പ് പറ്റതായിരുന്നു പ്രാർത്ഥന, യേശു, ദൈവം, മീറ്റിംഗ്. ഈ സാധനം, അതായത് ഈ പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്ന് അറിയാലോ, ഇത് കണ്ടാ വരുന്നത് നമുക്ക് നല്ല ഉറപ്പാ. അത് എന്റെ കണ്ണിപ്പെടത്തില്ല, തന്റെ കണ്ണിപ്പെടത്തില്ല, അവിടെ കണ്ണിപ്പെടത്തില്ല. കണ്ടു പോണോന്ന് ചിന്തിച്ചോ? അത് എവിടെയായിരിക്കും നടക്കുന്നതെന്ന് ചിന്തിച്ചോ? അവിടെ ആരൊക്കെയായിരിക്കും വരുന്നതെന്ന് ചിന്തിച്ചു? അത് ചിന്തിക്കില്ലല്ലോ. ഇല്ല. അഥവാ അവിടെ ആരെങ്കിലും വരണമെന്ന് ആഗ്രഹിച്ചാൽ ആ വരാൻ പോകുന്നവര് വല്ല ആരായിരിക്കും എന്നുള്ളത് തന്റെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് പാസ്റ്ററെ കാണുക എന്നുള്ളത്. നമുക്ക് ഈ അലവലാദികളൊന്നും അറിയത്തോലുമില്ല. ഈ പാസ്റ്ററെ അറിയത്തില്ല, പോകുന്നവരെ അറിയത്തില്ല, ആരെയും നമുക്കറിയത്തില്ല. നമുക്ക് പരിചയമുള്ളവരൊന്നും ഇല്ല ഇതിനകത്ത്. ശരിയാ. താൻ ആലോചിച്ച് വെക്കുക, തനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പോണ ആരും ഇല്ല എന്റെ പരിചയത്തിൽ. ഈ കൃപാസനം പോകുന്ന സ്ഥലത്ത് പോകുന്ന എനിക്കൊരാളെ അറിയാം, ഒരു ഫാമിലി അറിയാം. എനിക്ക് കൃപാസനത്തിൽ പോകുന്ന ഒരു ഫാമിലി അറിയാം. പിന്നെ പണ്ട് JVTV അമ്മയെ കൊണ്ട് പോയിട്ടുണ്ട്. കൃപാസനം അല്ല വേറെ ആരും എനിക്കറിയത്തില്ല, കേട്ടിട്ടില്ല, ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല കൃപാസനത്തിൽ പോകുന്ന ആളുകൾ. അതൊരു പ്രത്യേക അവസ്ഥയാണ്. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഏറ്റവും എനിക്കൊന്ന് ലാസ്റ്റ് സ്റ്റേജ് ആണെന്ന് തോന്നുന്നല്ലേ ഈ കൃപാസനമൊക്കെ. കൃപാസനം എന്നൊക്കെ പറഞ്ഞാൽ ലാസ്റ്റ് അല്ല, ഇതെല്ലാം ഏകദേശം ഒരേ പവറിലുള്ള പരിപാടികളാണ്. അതായത് ഇപ്പൊ ഈ അമ്പലത്തിലെ പരിപാടികൾ കാണിക്കും, ചിലയിടത്ത് തുള്ളലും മതിക്കലും ഒക്കെ കാണിക്കും. തെയ്യം കാണുമ്പോ വേറൊന്ന് തോന്നും, മറ്റേത് കാണുമ്പോ മറ്റേ തീ കാണുമ്പോ അങ്ങനെ കുറെ കളം വരച്ച് അതൊക്കെ ഉണ്ട്. പിന്നെ ആനയെ കാണുമ്പോ എന്നൊക്കെ പറഞ്ഞതുപോലെ ആനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞവർക്കും ഉണ്ട് ഇതൊക്കെ ഒരു പ്രത്യേകതയാ. കാട്ടാന, അയ്യോ കാട്ടാന കുത്തിക്കൊന്ന വലിയ പ്രശ്നമാണ്. പക്ഷെ നാട്ടിൽ എല്ലാ ഉത്സവത്തിനും ചർവറാന്ന് ആന കുത്തിയും ചവിട്ടിയും ഒക്കെ കൊന്നോണ്ടിരിക്കും. അതിന് വലിയ സംസാരമില്ല. അതെന്താ? എനിക്കറിയത്തില്ല. ഈ കാട്ടാന വന്നിട്ട് കാണിക്കുന്നതിനൊക്കെ കൂടുതൽ പണി ഇവിടെ ഒരു കാര്യമില്ല. അത്രത്ത് ആനയെ പിടിച്ചു നിർത്തിയിട്ട് ആനയെ കൊണ്ടുവരുന്നൊപ്പിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർ. കാട്ടാനാണ് ഒന്നുമില്ല, അതിന്റെ പരിസരത്തൊക്കെ വന്ന് അത് ആനയെ ഉപദ്രവിക്കാൻ മനഃപൂർവ്വം വരുന്നൊന്നുമല്ല. ഇത് ഗതികെട്ടിട്ട് ഉപദ്രവിക്കുന്ന ആനയോടെ നിൽക്കുമ്പോഴാ അവന്മാർ അവിടുത്തെ വലിയൊരു ആന. ഒരു ആനക്ക് അത് മറ്റേ ഈ ആന വരുമ്പോഴേക്ക് കൃഷിക്കാരൊക്കെ പാട്ടൊക്കെ കൊട്ടിയാണല്ലോ ആന ഓടിക്കുന്നത്. പാട്ട കൊട്ടി ഓടിക്കുന്നു, പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിക്കും, ചെറിയ പടക്കമൊക്കെ എറിഞ്ഞ് പേടിപ്പിക്കും. അപ്പൊ ആനയെ പിടിച്ച് ആനയെ കൊണ്ടുവന്ന് അമ്പലത്തെ വെടിക്കെട്ടിനിടെ അങ്ങ് നിർത്തും. അതായത് പേടിച്ച് മണിക്കൂറൊക്കെയുള്ള വെടിക്കെട്ടിട്ട് ഇടയിൽ കൊണ്ടുവന്ന് നിർത്തുക. ഭയങ്കര മിടുക്ക, ഭയങ്കര മൃഗസ്നേഹം, ആനസ്നേഹം. നല്ല പൊട്ടന്മാരെന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഒരുതരം വല്ലാത്ത മനുഷ്യരാണ്. ഇവർക്ക് ഇത് മനസ്സിലാവത്തില്ല. മനസ്സിലായാലും എന്ത് ചെയ്യണമെന്ന് അവരുടെ വിചാരം ആന അങ്ങ് മാറ്റി കഴിഞ്ഞാൽ തീർന്നാവും. ഗവൺമെന്റ് ഇതൊക്കെ തന്നെയാണ്. ഇതുപോലത്തെ ഓരോ വിവരക്കേട് മനസ്സിലാക്കി വെച്ചേക്കുന്ന ആൾക്കാരെ കൂടെ എല്ലാവരും കൂടെ അല്ലേ എലക്ട് ചെയ്യുന്നേ. മെജോറിറ്റി പീപ്പിൾ ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അല്ലെ പിന്നെ രാജാവ് വരണം. ഇനിയും കുറച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നറിയോ? 5 വർഷം നമ്മളീ പറഞ്ഞ പോലെ ജനാധിപത്യവും അടുത്ത 5 വർഷം രാജഭരണവും അങ്ങനെ കിടന്ന് കളപ്പിക്കണം. രാജാവിനെ എങ്ങനെ തെരഞ്ഞെടുക്കും? ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുത്തല്ലോ രാജാവിനെ, വോട്ട് ചെയ്ത്. രാജഭരണം അല്ലെന്ന് വോട്ട് ചെയ്ത് രാജാവ് വന്ന് എങ്ങനെ ഇരിക്കും? അത് ആര് വേണേ വരാം. അത് വോട്ട് ചെയ്ത് വേറെ രീതി കൊണ്ടുവരാം. രാജാവിന് മത്സരിക്കുന്ന വേറെ ആൾക്കാരായിരിക്കും. മനസ്സിലായി? ഞാൻ പോയി രാജാവിന് മത്സരിക്കത്തുള്ളൂ. അപ്പൊ എന്നെ അവർ ജയിപ്പിക്കും. ഇതുപോലെ രാജാവിനെ അവർക്ക് ആവശ്യം ശരി വേണം. മനസ്സിലായോ? എന്നാൽ ഇതുപോലൊരു മുഖ്യമന്ത്രി ആയാൽ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും അത് പറ്റത്തില്ല. അതല്ല, അതെങ്ങനെയാണ് അയാളുടെ സൗണ്ട് ഉണ്ടാകുന്നല്ലോ.
PS അച്യുതാനന്ദൻ മറന്നുപോയോ? വളരെ വ്യക്തവും ശക്തവുമായി ഇങ്ങനെ കണ്ട എടുക്കുന്നത്. ഞാൻ പണ്ട് പറയുകയാണെങ്കിൽ ഡയലോഗ് ഉണ്ടോ ഇങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ എനിക്ക് ശക്തവുമായി പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ട് ഇടക്കി ഇളക്കി ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് VS അടുത്തായിട്ട് അവതരിപ്പിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. ഇതിപ്പോ നടക്കുന്ന പരിപാടിയല്ല, കുറച്ച് പഴയ പരിപാടിയാന്ന് തോന്നുന്നു അല്ലെ? മുഖ്യമന്ത്രി മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ സാറിനെയാണ് അങ്ങനെ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ നന്നായിട്ടുണ്ട്. അതെ, അത് അടുത്തായിട്ട് ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്തായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രീ കെ കരുണാകരനെയാണ്. മറന്നുപോയി. കുറച്ചുകൂടി പഴയതാണോ? ഓ അല്ല, എനിക്കറിയാം. ഇങ്ങനെ പറയാനുള്ളേ സോണിയാജി. അങ്ങനെ കിട്ടി. പക്ഷേ ഡയലോഗ് ഉണ്ടാകുന്ന കണ്ടൊക്കെ ഇങ്ങനത്തെ സാധനം അടിച്ച് അതങ്ങ് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡയലോഗ് ഓർത്ത് പറഞ്ഞാൽ അത് ഒക്കും. ആ ഡയലോഗൊക്കെ ഞാൻ മറന്നു. ഇവർക്കൊക്കെ ഓരോ കോമഡിക്കാരുണ്ടാക്കുന്ന ഡയലോഗുകളുണ്ടാകും. അതെ, അതുകൊണ്ടങ്ങ് പറയുന്നത്. പിന്നുണ്ടാകുന്നു നയനാർ. അതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതെനിക്ക് ഓർമ്മയില്ല. അതെങ്ങനെയായിരുന്നു? അതെങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. മറ്റേതാണ്. മറ്റേ പാർട്ടിയാ. ശരിയാ. അതും മറന്നുപോയി. പക്ഷെ അത് ചെയ്യുവാന്ന് കേട്ടോ. ഇനി അത് വീണ്ടും ഒന്നുകൂടെ എടുത്താൽ കിട്ടും. പക്ഷെ മറന്നേ പോയി. അപ്പൊ അതൊക്കെയാണ് അന്നത്തെ പരിപാടി. പിന്നെ വേറെ സാധനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഏക്കാരണി. അതെങ്ങനെയാണ്? നോക്കിയപ്പോ പൂച്ച വെട്ടി കിടക്കുന്നവരാണ് ഡയലോഗ്. ഏതോ മുട്ട് കച്ചവടത്തിനകത്തുണ്ടോ? മറ്റേതാണോ ഞാൻ പറഞ്ഞ കിട്ടി. 5 വയസ്സില്ല. അത് തന്നെ അതൊരു വല്ലാത്തൊരു സൗണ്ടിൽ പറയുക. അയ്യോ, ഇത് സൗണ്ടൊക്കെ മറക്കുമല്ലേ നമ്മള് എടുത്ത് വെച്ചിട്ട്? മറക്കത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ജനാർദ്ദന സൗണ്ടൊക്കെ എപ്പോഴും ഓർത്തിരിക്കും. മമ്മൂട്ടി നന്ദിയുണ്ടേ. മമ്മൂട്ടിക്കാ വെൽക്കം മമ്മൂട്ടി. നന്ദിയുണ്ടേ. വെൽക്കം മമ്മൂട്ടി. നന്ദിയുണ്ടേ. വെൽക്കം മമ്മൂട്ടി. നന്ദിയുണ്ട്. താങ്ക് യു. 4 രൂപ ലഭിച്ചിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ കുഴപ്പമില്ല മമ്മൂട്ടി. കാര്യമാക്കട്ടെ മമ്മൂട്ടി. ബാക്കി വെച്ച മമ്മൂട്ടി. മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഒരു കാര്യം. അത് തന്നെ. ഈ ശബ്ദം കേൾക്കുമ്പോ എല്ലാം നമുക്ക് ഓരോ റിയാക്ഷൻ ഇടണം. കടയിലൊക്കെ നിന്നുണ്ട് പൈസ ഇങ്ങനെ ഗൂഗിൾ പേ ചെയ്യാം. അതാണ് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറയും, പോ മമ്മൂട്ടി. അടുത്ത ദിവസം വേറെ ശരി മമ്മൂട്ടി ബൈ, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടേ ഇരിക്കുക. നമ്മൾ വെൽക്കം മമ്മൂട്ടി പറഞ്ഞല്ലോ ഓരോ പ്രാവശ്യം ഓരോ തരം കടയില്. എന്നാ ശരി മമ്മൂട്ടി ചേട്ടാ പോട്ടെ. മമ്മൂട്ടിക്ക ബൈ. 45 രൂപ ലഭിച്ചിരിക്കുന്നു അല്ലേ? അത് ചെയ്യാം. നല്ലായിരിക്കും. നന്ദിയുണ്ട്. മമ്മൂട്ടിക്കൊക്കെ ഒരു പണി വരുന്നതേ. ഇന്നത്തെ പണി എന്താ? അവിടെ ഒന്ന് പറയണം. ഗൾഫിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനെങ്ങനെയാന്നൊക്കെ ചോദിക്കണം അവിടെ വന്ന്, അതിന്റെ അടുത്തൊന്ന് മമ്മൂട്ടിയോടെ. അതല്ല രസം. അതല്ല
കടുവളെ പോലെ സ്റ്റീഫൻ തിയേറ്ററിന് തീ കൊളുത്തും. ബ്രില്യൻസ് കണ്ടെത്തിയ സോഷ്യൽ മീഡിയ. ഓരോന്ന് ചുമ്മാ ഓരോന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കത്തിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. ഇവര് പൊട്ടന്മാരാ, തീ കത്തിച്ച് കളയും. അതിനായിരിക്കും കേട്ടോ മിക്കവാറും ഇങ്ങനെയൊക്കെ എഴുതി പിടിക്കുക. ഇതാരും കാണാതിരിക്കാൻ പറ്റുന്ന നമ്പറാണോ ഇറങ്ങുന്നതിന് മുമ്പ്? ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അവിടെ പടം ചിലപ്പോ ലോകത്ത് ഒക്കെയാണെന്ന്. തിയേറ്റർ മൊത്തം കത്തിച്ചു. ഞാനിവിടെ കുറെ നേരം ഇരിക്കേണ്ടി വരും, ഒത്തിരി നേരം ഇരിക്കേണ്ടി വരും ഇവിടെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി കുറെ നേരം ഇരിക്കാം, അല്ലെങ്കിൽ അത് പിന്നത്തേക്ക് ആക്കാം. വേണ്ട ഇതിനകത്ത് തന്നെ അടിച്ചു കയറ്റാം. നമുക്കിപ്പൊ നിർത്താം. ഒരു കാര്യം ചെയ്യും, സമയം എന്തായിരിക്കണം അല്ലേ? എത്ര